കോഴിക്കോട് മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. താമരശ്ശേരി സ്വദേശി അഭിനന്ദിനാണ് തലയ്ക്ക് വെട്ടേറ്റത്. സഹോദരൻ അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടിമയായ അർജുനെ ലഹരി മുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചതിന്റെ പ്രതികാരമാണെന്നാണ് നിഗമനം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിവരങ്ങൾ. 5:30-ക്കുമിടയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. താമരശ്ശേരിക്ക് സമീപത്തെ ചമൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ഒരു അക്രമം ഉണ്ടായത്. അംബേദ്കർ ഉന്നതിയിലെ അഭിനന്ദിനാണ് വെട്ടേറ്റിട്ടുള്ളത്. ജ്യേഷ്ഠനായിട്ടുള്ള അർജുൻ പോലീസിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമരശ്ശേരി പോലീസാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ അഭിനന്ദ് ജ്യേഷ്ഠനായ അർജുനെ ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ആക്കിയിരുന്നു. അർജുൻ ലഹരിക്കൊക്കെ അടിമയായിട്ട് പലതരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നം രൂക്ഷമായ സമയത്ത് അഭിനന്ദ് ഇടപെട്ട് ജ്യേഷ്ഠനെ ലഹരി വിമുക്ത കേന്ദ്രത്തിലാക്കിയിരുന്നു. അതിനുള്ള ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അക്രമം നടത്താൻ കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ചമൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ ഗുരുതിത്തറയിൽ ഉണ്ടായിരുന്ന വാളെടുത്തിട്ടാണ് സ്വന്തം വീട്ടിൽ പോയതിനു ശേഷം ഇത്തരത്തിൽ വെട്ടിയത്. എന്തായാലും ഇപ്പോൾ ഈ അർജുനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ അഭിനന്ദിന്റെ തലയ്ക്ക് 6 സ്റ്റിച്ചോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും സാരമായ പരിക്കല്ല, അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ അഭിനന്ദ് ഉള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.